നമ്മളുടെ നന്മകളിൽ ഏറ്റവും നിസ്സാരമാക്കാൻ പാടില്ലാത്ത ഒന്നാണ് കുടുംബബന്ധം ചേർക്കൽ. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ മോന്റെ കല്യാണം വരുമ്പം വിളിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതല്ല. അത്രയും ദൂരോട്ടായിട്ടുണ്ട് കാര്യങ്ങൾ. കല്യാണത്തിന് ഓരോ വിളിക്കാറുണ്ട്, മറ്റേ ഈദ്ഗാഹെന്ന് കാണാറുണ്ട്. അതല്ല കുടുംബബന്ധം. ആസൂത്രിതമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് കുടുംബബന്ധം. തീരുമാനിച്ചിട്ട് ബന്ധപ്പെടുത്തുക. മൂത്താപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ എന്നിടത്ത്, ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് പോവുക, അതാണ് ബന്ധം. ഈദ്ഗാഹിൽ കാണുമ്പോൾ കെട്ടിപ്പിടിക്കൽ ബന്ധമല്ല. അത് ഈദ്ഗാഹിൽ കണ്ടിട്ടില്ലെങ്കിൽ നടക്കാത്തൊരമല അല്ലേ? ഇത് നമ്മൾ കണ്ടെത്തി അവരെ വിളിച്ച് അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞ് ഒന്നും ചെയ്തു കൊടുക്കണ്ട, വെറുതെ ഒന്ന് സന്ദർശിക്കുക, അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുക. എന്നിട്ട് അങ്ങനെ ബന്ധങ്ങൾ സ്ഫുടമാക്കാൻ, സുദൃഢമാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ ബന്ധങ്ങൾ കണ്ടിട്ട് വേണം നമ്മളുടെ മക്കൾ, നമ്മളുടെ മോളും നമ്മുടെ മോനും വയസ്സായി വലുതായാൽ ആ ബന്ധം ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മളും നമ്മുടെ പെങ്ങന്മാരും നല്ല ബന്ധത്തിലായിരിക്കണം. അമ്മായി ആരാണ്, എളാമയാരാന്ന് തിരിച്ചറിയാനും അവരോട് കാണിക്കേണ്ട ബന്ധം എത്ര ആഴത്തിലുള്ളതാകണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാ നമ്മൾ. അത് കണ്ടിട്ട് വേണം നമ്മളുടെ മൂത്ത മോളും രണ്ടാമത്തെ മോളും ഇളയമയാകുന്നൊരു കാലഘട്ടമുണ്ട്, മുത്തമ്മയാകുന്നൊരു കാലഘട്ടമുണ്ട്. ആ സമയത്ത് അവർക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഇന്ന് എളാമയും മുത്തമ്മയുമായി ജീവിക്കുന്ന ഉമ്മമാരെ നമ്മൾ ആ ബന്ധം സുദൃഢമാക്കാൻ സാധിക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നമ്മളെ അടർന്നു പോകാൻ പാടില്ല. കുടുംബ ബന്ധം ചേർന്നിട്ടില്ല എങ്കിൽ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം, എന്ത് മലക്കം പറഞ്ഞിട്ടും കാര്യമില്ല. കുടുംബ ബന്ധം പുലർത്താത്തവന് സ്വർഗമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്താ അച്ഛന് പോയിട്ടും കാര്യമില്ല, എന്താക്കിയിട്ടും കാര്യമില്ല. കുടുംബ ബന്ധം പുലർത്തുക എന്നത് മഹിതമായ ഒരു ആദർശമാണ്. അത് നിസ്സാരമാക്കാതെ നിർവഹിക്കേണ്ട ഒരു സൽക്കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.